ചേർന്ന് പാടാം. ആരാധന ആയിരം ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ആത്മാവിനാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. ഇരുകരങ്ങളും യേശുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് പാടാം. ആരാധന ആരാധന ആത്മാവിനാരാധന. സ്നേഹമേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. എല്ലാവരും ചേർന്ന് പാടുന്നു. ആരാധന ആരാധന സ്നേഹമേ ആരാധന. സൗഖ്യമേ ആരാധന. ആരാധന ഈശോയെ വിളിക്കട്ടെ. ആരാധന ഹൃദയമുരുകി വിളിക്കട്ടെ. സൗഖ്യമേ ആരാധന. ഈശോയെ നോക്കിക്കൊണ്ട് പാടാം. ആരാധന ഓ ദൈവമേ. ആരാധന സൗഖ്യമേ ആരാധന. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പാടട്ടെ. ആരാധന യേശുവേ. ആരാധന യേശുവേ ആരാധന. ഈശോയെ വിളിച്ചു പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടട്ടെ. വലിയ അഭിഷേകം കടന്നു വരുന്നു. ഒരിക്കൽ കൂടി പാടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന. ചേർന്ന് പാടിക്കൊണ്ട് ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അഭിഷേകം ഒഴുകട്ടെ. ദൈവകൃപയാൽ നിറയട്ടെ. യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. ദൈവ മക്കളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. കർത്താവേ, സകല ദൈവ മക്കളിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. കർത്താവേ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതി. യേശുവേ സ്തുതി. കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കർത്താവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ നോക്കിക്കൊണ്ട് പാടാം. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. വിശ്വാസത്തോടെ ഈശോയെ നോക്കിക്കൊണ്ട് പറയുക. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ സൗഖ്യമേ.
നീ എന്നും മതിയായവൻ. ജീവനെ യേശുവേ എൻ ജീവനേ, നീ എന്നും മതിയായവൻ. സ്നേഹമേ യേശുവേ എൻ സ്നേഹമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ സ്നേഹമേ, നീ എന്നും മതിയായവൻ. കരങ്ങൾ യേശുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് നമുക്ക് പാടാം. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ഈശോയെ വിളിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈശോയെ വിളിക്കട്ടെ പ്രിയപ്പെട്ടവരെ. യേശുവേ നന്ദി കർത്താവേ. യേശുവേ നന്ദി കർത്താവേ. ഈശോയെ നന്ദി കർത്താവേ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനായ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇതാ രോഗികളെ സുഖപ്പെടുത്തുന്ന ദൈവം ഈ അൾത്താരയിലുണ്ട്. പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവം ഈ അൾത്താരയിലുണ്ട്. വേദനകൾ ഏറ്റെടുക്കുന്ന ദൈവം ഈ അൾത്താരയിലുണ്ട്. വലിയ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഈ രാത്രി ജാഗരണ പ്രാർത്ഥന. ഇതാ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 42-ാം തിരുവചനം പറയുന്നു, ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. ഈ കാരണത്താൽ തലമുറകൾ തോറും ഇസ്രായേൽക്കാർ ഉറക്കമൊളിച്ചിരുന്ന് ആ രാത്രി കർത്താവിന്റെ ബഹുമാനാർത്ഥം ജാഗരണ പ്രാർത്ഥനയായി കൊണ്ടാടണമെന്ന് ഇതാ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു ആ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഇതാ ഈ രാത്രിയിൽ നാം എല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത്, ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതാ ഇങ്ങനെ രാത്രിയിൽ എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാണിത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാ ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെയും അരികിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണിത്. നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണിത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന സമയമാണിത്. ഇതാ അന്ധനായ ബർത്തമയൂസിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ഈശോ, 38 വർഷം തളർവാദ രോഗിയായി കിടന്ന ആ മകന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ഈശോ നിങ്ങളുടെ അരികിലേക്ക് ഈ നിമിഷം ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി ആ കരങ്ങളൊന്ന് യേശുവിന്റെ നേരെ നീട്ടിപ്പിടിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളെ
അവന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? നിന്റെ കുടുംബത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? വിശ്വാസത്തോടെ അവന്റെ നാമം വിളിച്ചാൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാ ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ബർത്തമയൂസിനെ പോലെ ഒന്ന് വിളിക്കുക, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയായിരിക്കണമേ, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയണമേ. ഒന്ന് വിളിച്ചോ, ഈശോയെ വിളിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കരഞ്ഞ് വിളിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, 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 ഈശോയെ. വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ അനേകരുടെ അരികിലേക്ക് ഈശോ കടന്നു വരുന്നു. നിങ്ങളുടെ കണ്ണുനീരിതാ ഈശോ തുടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിലവിളിച്ച് വിളിച്ചോ, നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. ദൂരങ്ങൾ ഈശോയ്ക്ക് പ്രശ്നമല്ല, ദൂരങ്ങൾ ഈശോയ്ക്ക് പ്രശ്നമല്ല. ഈശോ കടന്നു വരുന്നു നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ രോഗത്തിലേക്ക്, നിങ്ങളുടെ തകർച്ചയിലേക്ക്. ബർത്തമയൂസ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ബർത്തമയൂസ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദാവീദിന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കണമേ, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയണമേ. നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ. ഓ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാൻ. കരങ്ങൾ യേശുവിന്റെ നേരെ നീട്ടി. ഓ കർത്താവേ, നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. അഗ്നി എന്നിൽ കത്തിക്കാൻ. അഭിഷേകം പ്രാപിക്കാൻ തടസ്സമുള്ള മേഖലകൾ യേശു എടുത്തു മാറ്റട്ടെ. ഓ കർത്താവേ, ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. പാടാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പാപമെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ചേർന്ന് പാടാം. പാപമെല്ലാം, പാപമെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും ചേർന്ന് പാടുക. പാപം സമർപ്പിച്ച് ജീവിതം വിട്ടുകൊടുക്കുക. അനുദപിച്ച് പാടട്ടെ, മാപ്പ് ചോദിച്ചു പാടട്ടെ. രോഗമെല്ലാം, യേശുവേ, ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ദുഃഖമെല്ലാം ദുഃഖം സമർപ്പിച്ച് പാടാം. ഈശോയെ, ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ നീട്ടി ഓ കർത്താവെ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. ബർത്തമയൂസിനെ പോലെ ഓ ഈശോയെ, ഈശോയെ വിളിക്കട്ടെ. ഒരിക്കൽ കൂടി ഓ ഈശോയെ, നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. ഈശോയെ വിളിക്കാമോ? നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദൈവമക്കളും ചേർന്ന് പാടുന്നു. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ
സ്വർഗത്തിലേക്ക് ഉയർത്തി പാടാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താ. എല്ലാവരും സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈശോയെ വിളിക്കട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. എന്റെ കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവ മക്കളിലേക്കും അഭിഷേകം കടന്നു വരട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. അന്ധകാരം അകലട്ടെ. പ്രകാശം നിറയട്ടെ. ക്ഷീണം മാറട്ടെ. രോഗം മാറട്ടെ. ബന്ധനം അഴിയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിലവിളിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ. സ്തുതിക്കട്ടെ. ബന്ധനം അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. രോഗം മാറട്ടെ. യേശു നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബന്ധനം അഴിയട്ടെ. രോഗം മാറട്ടെ. തകർച്ചകൾ നീങ്ങട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. യേശു നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഓ കർത്താവേ, ഈശോയെ വിളിക്കാം. നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഓ കർത്താവേ, എല്ലാവരും ചേർന്ന് അഗ്നി എന്നിൽ കത്തിക്കാൻ. ചേർന്ന് പാടട്ടെ. ഓ കർത്താവേ, യേശുവേ, അഗ്നി എന്നിൽ കത്തിക്കാൻ. അശുദ്ധിയല്ല, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അശുദ്ധിയെല്ലാം ഓ കർത്താവേ, ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന ഇരു കരങ്ങളും യാചനാപൂർവം നമുക്ക് പിടിക്കാം. അന്ധനായ ബർത്തമയൂസിനെ സൗഖ്യ തീർത്ഥങ്ങളിൽ എത്തിച്ച കർത്താവ്, സമ്പന്നനാക്കി മാറ്റിയ കർത്താവ്, യേശു സാക്ഷിയാക്കി മാറ്റിയ കർത്താവ്, സുഖപ്പെടുത്തിയ കർത്താവ് ഇതാ ഈ അൾത്താരയിൽ ജീവിക്കുന്നവനായി എഴുന്നള്ളിയിരിക്കുന്നു. സഹോദര സഹോദരി, ഒന്ന് വിശ്വാസത്തോടെ നീ അവനെ ഒന്ന് വിളിക്കാമോ? ഒന്ന് വിശ്വാസത്തോടെ അവനെ ഒന്ന് നോക്കാമോ? പ്രിയപ്പെട്ടവരെ, നിന്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. സഹോദര, നീ വിശ്വസിക്ക്. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിച്ചോ? നീ വിശ്വസിച്ചോ? ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ അഭിഷേകത്തിന് തടസ്സമുള്ള എല്ലാ ബന്ധനങ്ങളും, എല്ലാ തകർച്ചകളും, എല്ലാ രോഗങ്ങളും, എല്ലാ പാപങ്ങളും, എല്ലാ അശുദ്ധിയുടെ കെട്ടുകളും, എല്ലാ പാപത്തിന്റെ കെട്ടുകളും ഈശോയുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കട്ടെ. ജീവിതം തുറന്നു വെക്കട്ടെ. ഇതാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിനക്ക് നന്മ കൈവരും. അപ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കും. അപ്പോൾ നിനക്ക് അനുഗ്രഹം ലഭിക്കും. ജോഷുവ 3:5 നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സഹോദരങ്ങളെ, ഈ നിമിഷം അഭിഷേകം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ തടസ്സമുള്ള എല്ലാ മേഖലകളിലേക്കും ഈശോ അഗ്നി അയക്കാൻ പോവുകയാ. അഭിഷേകം അയക്കാൻ പോവുകയാ. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ? നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ? കർത്താവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ബർത്തമയൂസിനെ കർത്താവ് സുഖപ്പെടുത്തിയതിന് പിന്നിൽ അവന്റെ വിശ്വാസമുണ്ടായിരുന്നു.
അവൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവൻ യേശുവിനെ വിളിച്ച് നിലവിളിച്ചു. ഈ നിമിഷങ്ങളിൽ സൗഖ്യം കിട്ടുവാൻ, അനുഗ്രഹം കിട്ടുവാൻ വിശ്വാസത്തോടുകൂടി നീയും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 12 വർഷ കാലഘട്ടം രക്തസ്രാവത്താൽ വേദനിച്ച് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച സ്ത്രീ വിശ്വാസത്തോടുകൂടി യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ സുഖപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു. ഈ നിമിഷം വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിലല്ല, ജീവിക്കുന്ന ശരീരത്തിൽ നീ ഒന്ന് തൊടാമോ? കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇതാ മർക്കോസ് 5:30 യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ലൂക്ക 5:18 രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി അവനിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളും യേശുവിന്റെ നേരെ നീട്ടി ബർത്തമയൂസ് പ്രാർത്ഥിച്ചതുപോലെ നിലവിളിച്ചു നീ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ഇതാ ഈ നിമിഷം നിന്റെ ജീവിതത്തിലെ തകർച്ചകളെ, രോഗങ്ങളെ, പാപങ്ങളെ, ബന്ധനാവസ്ഥകളെ, കടബാധ്യതകളെ, വിസ തടസ്സങ്ങളെ, മക്കളില്ലാത്ത അവസ്ഥകളെ, കുടുംബ പ്രശ്നങ്ങളെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നീ ഈ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഷാലോമിന്റെ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാകട്ടെ, കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് അഗ്നി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. ബർത്തമയൂസ് പ്രാർത്ഥിച്ചതുപോലെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കരുണയായിരിക്കണമേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. സ്വരമുയർത്തി ആവർത്തിച്ച് പ്രാർത്ഥിക്കാമോ? ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. പ്രാർത്ഥിക്കട്ടെ, ശബ്ദമുയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബന്ധനം അഴിയട്ടെ, രോഗം മാറട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ, മക്കളില്ലാത്ത ദമ്പതിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ, കടബാധ്യത വിട്ടുപോകട്ടെ, കുടുംബ തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ, വിസ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, ദുശീലങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ? നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ? കൈകളടിച്ച് ശക്തിയോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈയടിച്ച് പാടുന്നു. ആരോഗ്യം മുഴുവനും എടുത്ത് കൈയടിക്കി ഈശോയെ വിളിക്കി. അന്ധകാരം അകലട്ടെ, പ്രകാശം നിറയട്ടെ, ക്ഷീണം മാറട്ടെ. ശക്തിയോടെ കൈയടിച്ച്, ഉണർവോടെ കൈയടിച്ച്. കരങ്ങളടിച്ച് ശരീരമനക്കി മക്കളെ, ഈ രാത്രിയിൽ നീ തൊടണമേ. മാറാ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അന്തർ കാണട്ടെ, ബദിരർ കേൾക്കട്ടെ, ഊമർ സംസാരിക്കട്ടെ, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, ദുഃഖം വിട്ടുപോകട്ടെ, നിരാശ നീങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചേർന്ന് പാടാം, ശക്തിയോടെ കൈയടിച്ച്.
കൈകളടിച്ച് കൈകളടിച്ച് ഉണർവോടെ പാടട്ടെ. കരമുയർത്തി അടിക്കാം. തുള്ളിച്ചാടിക്കൊണ്ട് പാടട്ടെ. കൈയടിച്ച് ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പാടിക്കോ. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ബന്ധനങ്ങൾ അഴിക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, കെട്ടുകൾ അഴിക്കുന്നു. വിശ്വസിക്കട്ടെ. യേശുവേ, ഈ മക്കളെ തുടരണമേ കർത്താവേ. ഈ രാത്രിയിൽ, ഈ നിമിഷങ്ങളിൽ ദൈവ മക്കളിലേക്ക് അത്ഭുതങ്ങൾ കടന്നു ചെല്ലട്ടെ. യേശുവേ, കൈയടിച്ച് ഇരുവശങ്ങളിലേക്കും കൈയടിച്ച് പാടാം. സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ഈശോയെ ഈ മക്കളെ തുടങ്ങണേ കർത്താവേ. കർത്താവേ, സൗഖ്യം ലഭിക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ലോകാതിർത്തികൾ സംഭവിക്കട്ടെ. യേശു നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് തുള്ളിച്ചാടിക്കൊണ്ട് എല്ലാവരും തുള്ളിച്ചാടി സന്തോഷത്തോടെ ഈശോയെ വിളിച്ച് പാടട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. കരമുയർത്തട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. യേശുവേ, 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 യേശുവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനേകരെ ഈശോ തൊടുന്നു, കണ്ണീർ തുടയ്ക്കുന്നു. കരങ്ങൾ കൂപ്പി ജീവിതം മുഴുവനും അവന്റെ തിരുമുമ്പിൽ സമർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 52-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഉദ്ധിതനായ കർത്താവ് സ്വർഗാരോപണം ചെയ്യുമ്പോൾ അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇതാ ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാരെ പോലെ അവിടത്തെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതലും സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന നിമിഷങ്ങളാണിത്. ആനന്ദത്തോടെ ഭവനങ്ങളിലേക്ക് പോകുന്ന നിമിഷമാണിത്. ഈശോയെ നോക്കട്ടെ. അവിടത്തെ ആരാധിച്ചവർക്ക് വിടുതലും സൗഖ്യവും അഭിഷേകവും ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയെ മാത്രം നോക്കട്ടെ.
ഇതാ 53-ാം തിരുവചനം പറയുന്നു, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി. ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കളോടും ദിവ്യ കാരുണ്യത്തിലെ ഈശോ പറയുന്നു, സദാസമയവും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധനയിൽ സമയം ചെലവഴിക്കുവിൻ. ദേവാലയത്തിൽ ദിവ്യ ബലികളിൽ പങ്കെടുക്കുവിൻ. എന്നെ ആരാധിച്ചുകൊണ്ട് നിന്റെ ജീവിതം മുഴുവനും സമർപ്പിക്കുവിൻ. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. ദൈവമക്കളെ, 2 കരങ്ങളും യേശുവിന്റെ നേരെ നീട്ടിപ്പിടിക്കുക. ഉയർത്തിയിരിക്കുന്ന കരങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് പോലെ പിടിക്കുക. യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുക. ഈ നിമിഷങ്ങളിൽ നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെ ഭാവനയിൽ കാണുക. നിന്റെ ജീവിത പങ്കാളിയായിരിക്കാം, നിന്റെ മക്കളായിരിക്കാം, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം, രോഗികളായിരിക്കാം, ഈ ലോകത്തിലെ ആരുമായിക്കൊള്ളട്ടെ, അവരെ ഒരു നിമിഷം നമുക്ക് ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉയർത്തിയ കരങ്ങളിൽ അനുഗ്രഹമുണ്ട്, ഉയർത്തിയ കരങ്ങളിൽ സൗഖ്യമുണ്ട്. നിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഈ നിമിഷങ്ങളിൽ അനേകരെ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അനേകരെ തൊട്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഒന്ന് നിലവിളിച്ച്, ഒന്ന് ശബ്ദമുയർത്തി മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഒന്ന് സ്തുതിക്കാമോ? ഈശോയെ വിളിക്കാമോ? യേശുവേ, 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 യേശുവേ. സ്തുതിക്കട്ടെ, നിലവിളിക്കട്ടെ. യേശുവേ, നീ പ്രാർത്ഥിക്കുന്നവരെ ഈശോ തൊടുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ കരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും കർത്താവിന്റെ വലിയ വാഗ്ദാന പ്രകാരം ലോക അതിർത്തികൾ വരെ ദൈവവചന ശുശ്രൂഷ എത്തിക്കുവാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ഷാലോം മീഡിയ മിനിസ്ട്രിയെ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരെ കൂടുതൽ അഭിഷേകത്താൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനാൽ നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് ലോകം മുഴുവനും ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾ, ലക്ഷോപലക്ഷങ്ങൾ, ജനലക്ഷങ്ങൾ അഭിഷേകം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ അവരോട് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് നീട്ടിപ്പിടിക്കാം. മാറാ രോഗികൾ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണീരോടുകൂടി വേദനയോടെ നിലവിളിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ. യേശുവേ, 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 അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഒരിക്കൽ കൂടി 2 കരങ്ങളും ഈശോയുടെ നേരെ നീട്ടാം. പ്രിയപ്പെട്ടവരെ, ഈശോ പത്രോസിനോട് പറഞ്ഞു, നരകവാതിലുകൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ കർദിനാൾമാരെയും, എല്ലാ ബിഷപ്സിനെയും, എല്ലാ വൈദികരെയും, എല്ലാ സന്യാസികളെയും, ആത്മായ പ്രേക്ഷിതരെയും സമർപ്പിച്ച് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭ സംരക്ഷിക്കപ്പെടട്ടെ. നമുക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ സംരക്ഷിക്കപ്പെടട്ടെ. ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, തിരുസഭയെ, മാർപ്പാപ്പയെ, കർദിനാൾമാരെ, ബിഷപ്സിനെ, വൈദികരെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി ഷാലോമിന്റെ സുവിശേഷ വേല ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ചേരുവാൻ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ശുശ്രൂഷ കത്തിപ്പടർന്ന് ലോകം മുഴുവനും
ദൈവജനം മാനസാന്തരപ്പെട്ട് പാപം ഉപേക്ഷിച്ച് തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരിക്കൽ കൂടി കരങ്ങൾ നീട്ടിപ്പിടിച്ച് യുവതി യുവാക്കന്മാർക്ക്, കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ നമ്മൾ നെഞ്ചുരുകി പ്രാർത്ഥിച്ചാൽ നമുക്ക് കർത്താവ് അനേകം വൈദികരെ നൽകും, ദൈവ വിളികൾ നൽകും. വിളവധികം, വേലക്കാര് ചുരുക്കം. നമുക്ക് വൈദികരെ വേണം, വിശുദ്ധരായ വൈദികരെ വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അനേകം ദൈവ വിളികൾ ഉണ്ടാകാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവ വിളികൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈ നിമിഷം മുട്ടുകുത്തി യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സമർപ്പിക്കാം. എവിടെ സമർപ്പണമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. എവിടെ വിട്ടുകൊടുക്കലുണ്ടോ അവിടെ അഭിഷേകമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം, നമ്മുടെ ആകുലതകളെ വിട്ടുകൊടുക്കാം, നമ്മുടെ ദുഃഖത്തെ വിട്ടുകൊടുക്കാം, നമ്മുടെ നിരാശയെ വിട്ടുകൊടുക്കാം, രോഗത്തെ വിട്ടുകൊടുക്കാം, കുടുംബത്തെ വിട്ടുകൊടുക്കാം, മക്കളെ വിട്ടുകൊടുക്കാം, ജീവിത പങ്കാളിയെ വിട്ടുകൊടുക്കാം, ജീവിതം തന്നെയും വിട്ടുകൊടുക്കാം. യേശു എല്ലാം ഏറ്റെടുക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നോക്കി നമ്മൾ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നു. നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയാം, സുഖപ്പെടുത്തിയ കർത്താവിന് നന്ദി പറയാം. നമുക്ക് വിശ്വാസത്തോടെ ഈശോയെ നോക്കി എല്ലാം സമർപ്പിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ഈശോയെ നോക്കിക്കൊണ്ട് പാടാം. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യം നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശക്തിയോടെ കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ച കർത്താവ്